ഇടുക്കി നെടുങ്കണ്ടത്തേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ ഇരട്ട കൊലപാതകം നടന്നു എന്നതാണ് സംശയം. അമ്മയെയും മകനെയും കാണാതായ വീടിനു സമീപത്ത് നിന്ന് ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ അന്വേഷണം നടക്കുകയാണ്. വീടിന് സമീപത്തെ കുഴിക്കുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടത്. 1 മാസം മുൻപ് വീട്ടിൽ നിന്ന് മേരിക്കുട്ടിയെയും മകൻ റെജിയെയും കാണാതായിരുന്നു. രാഹുൽ സുരേഷ് സ്ഥലത്തുണ്ട്. രാഹുൽ, ഈ മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മറ്റാരും അവിടെ മിസ്സിംഗ് ആയതായി അറിയില്ല. സ്വാഭാവികമായും ഇവരുടേതാണ് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. ഇളയ മകനെ കാണാനില്ല. ഇത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതൊരു ഇരട്ട കൊലപാതകം എന്ന ഞെട്ടിക്കുന്ന വിവരത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിനീത, മേരിക്കുട്ടിയുടെയും റെജിയുടെയും തിരോധാനത്തിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ആ സംഭവ സ്ഥലത്ത് ഈ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന വീട്ടിലാണുള്ളത്. ഈ കാണുന്ന ഭാഗത്തു നിന്നുമാണ് ഇന്ന് രാവിലെ നെടുങ്കണ്ടം പോലീസ് എത്തിയപ്പോൾ ആദ്യം പുരുഷന്റെ കാലിന്റെ അവശിഷ്ടം കണ്ടെത്തുന്നത്. അതിനുശേഷം വിശദമായി തന്നെ പരിശോധന നടത്തുകയായിരുന്നു. വീടിന് സമീപത്ത് തന്നെയാണ് ഈ കുഴിയുള്ളത്. ഈ കുഴിക്ക് ഉള്ളിലാണ് ആദ്യം ഏറ്റവും കുഴിയുടെ അടിഭാഗത്ത് ഒരു പുരുഷന്റെയും അതിന്റെ മുകൾ ഭാഗത്ത് സ്ത്രീയുടെയും മൃതദേഹം കുഴിച്ചു മൂടിയ നിലയിലാണ് കണ്ടെത്തിയത്. അല്പസമയം മുമ്പാണ് ഫോറൻസിക് സംഘവും പോലീസിന്റെ സംഘവും ഇവിടെ എത്തിയ ശേഷം 2 പേരുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മേരിക്കുട്ടിയുടെയും റെജിയുടെയും ആണ് ഈ മൃതദേഹം എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ട ഒരു കടമ മാത്രമാണ് ഉള്ളത്. ഏതാണ്ട് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക്, ഏതാണ്ട് ഒരു ഉറപ്പിലേക്ക് പോലീസ് സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം അടുത്ത സ്ഥലത്തു നിന്നും മറ്റാരെയും മിസ്സിംഗ് ആയിട്ടില്ല. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന മേരിക്കുട്ടി, 78 വയസ്സുള്ള മേരിക്കുട്ടിയും 48 വയസ്സുള്ള റെജിയുടെയും മൃതദേഹം തന്നെയാണ് അത് രണ്ടും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മേരിക്കുട്ടിയുടെ ഇളയ മകനായിട്ടുള്ള സജിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെയാണ് ഇവരുടെ ഇളയ മകൾ തൻ്റെ അമ്മയെയും സഹോദരനെയും കാണാനില്ല, അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് സംബന്ധിച്ച് പോലീസിനൊരു പരാതി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ഈ സഹോദരനോട്, അതായത് സജിയോട് ചോദിച്ചപ്പോൾ മാതാവും സഹോദരനും എവിടെയെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നതായിരുന്നു പോലീസിൽ അവർ നൽകിയ പരാതി. ധ്യാനത്തിന് പോയതാണെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം മറ്റ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സഹോദരിക്ക് സംശയം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായതായി അറിയാമോ സമീപത്ത്, അല്ലെങ്കിൽ ഇവരുമായി ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കൊക്കെ എന്താണ് പറയാനുള്ളത് ഇതിൽ? ഈ വീടിന് ഒരു 500 മീറ്റർ അപ്പുറത്താണ് മറ്റു വീടുകളുള്ളത്. മാത്രമല്ല ഈ വീട്ടിലുണ്ടായിരുന്ന ഈ 3 പേരുമായി നാട്ടുകാർക്ക് അടുപ്പമില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. പക്ഷെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, മദ്യപിച്ച ശേഷം ഈ സഹോദരങ്ങൾ തമ്മിൽ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ നാട്ടുകാർക്ക് അറിയത്തുമില്ല. തൊട്ട് 500 മീറ്റർ അടുത്ത് വീടില്ലാത്തതിനാൽ അടുത്ത ബന്ധം ഇവരായി ആരും പുലർത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. 2 സഹോദരങ്ങളും ഈ അമ്മയും ഉൾപ്പെടുന്ന 3 പേരടങ്ങുന്ന സംഘമാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഏപ്രിൽ 2-ാം തീയതിയാണ് ഇവരെ ഈ വീട്ടിൽ നിന്നും കാണാതാകുന്നതെന്ന നിഗമനത്തിലാണ് പ്രാഥമികമായി ഉള്ളത്. 2-ാം തീയതി വരെ ആളുകളൊക്കെ ഇവർ പോയി വരുന്നതൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇവർക്കില്ല, ഇവരെക്കുറിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം മൃതദേഹം പുറത്തെടുത്തപ്പോൾ പോലീസ് ഇവരെ കാണാതായത് സംബന്ധിച്ച് ഇതിനു മുൻപ് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? ഈ മകളാണോ ഇപ്പോൾ നിലവിൽ ഈ പരാതിയുമായി എത്തിയത്? അവർക്കും ഇവിടെ വന്ന് അന്വേഷിക്കാനൊന്നും കഴിഞ്ഞില്ലേ? വിനീത, ഈ പറഞ്ഞ പോലെ തന്നെ ഈ മകൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് കുറേ കാലമായി താമസിക്കുന്നത്. ഈ വീട്ടിലേക്ക് അങ്ങനെ ഇടയ്ക്ക് വരാറുള്ള ഒരു സ്വഭാവം മകൾക്കും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഈ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ധ്യാനത്തിന് പോയി എന്ന മറുപടിയൊക്കെ നൽകി. പിന്നീട് ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുക എന്ന രീതിയിലുള്ള ഒരു സംഭാഷണത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ സഹോദരൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. ഇന്നലെ വീട്ടിലെത്തി നേരിട്ട് സഹോദരനോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ ഈ വീട്ടിൽ അവരില്ലായിരുന്നു എന്ന മറുപടിയാണ് നൽകിയത്. പിന്നീടാണ് തൊട്ടടുത്തുള്ള നെടുങ്കണ്ടം പോലീസിൽ ഈ സഹോദരി എത്തുകയും നേരിട്ട് പരാതി നൽകുകയും ചെയ്തത്. ഇന്നലെ പരാതി ലഭിക്കുന്നു. ഇന്നലെ തന്നെ നെടുങ്കണ്ടം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് സഹോദരനായിട്ടുള്ള സജിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് ഇവിടെ എത്തിയപ്പോഴാണ് സഹോദരൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് പോലീസിന് ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നൊരു കാര്യത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. ഇടുക്കി SP സ്ഥലത്ത് ഇവിടെ തന്നെ എത്തുകയും കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നെടുങ്കണ്ടത്ത് അദ്ദേഹമുണ്ട്. അപ്പോൾ നേരിട്ട് SP-യുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നത്. നിലവിൽ 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന സജിക്ക് വേണ്ടി ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നെടുങ്കണ്ടം പോലീസിനെ അറിയിക്കണം എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ
കാണുന്ന മുകൾ ഭാഗമൊക്കെ വലിയൊരു മല കൂടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ പ്രതി എന്ന് സംശയിക്കുന്ന സജി ഈ മേഖലയിലേക്ക് കയറി പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൂടാതെ പോലീസ് നായ അല്പസമയം മുമ്പ് ഇവിടെ എത്തുകയും ഈ പോലീസ് നായയുടെ സഹായത്തോടെ ഉൾപ്പെടെയാണ് പ്രതി എന്ന് സംശയിക്കുന്ന ഈ സജിക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വിനീത, ശരി, ഈ പ്രതിയുടെ ചിത്രം കൂടി നമുക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. ഇതാണ് പ്രതി എന്ന് സംശയിക്കുന്നയാൾ. ഇയാൾ സഹോദരനെയും അമ്മയെയും കൊലപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ സംശയം. 2 മൃതദേഹം ഏതായാലും ഇവരുടെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഈ രീതിയിൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നായപ്പോൾ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. നിലവിൽ അവിടെ ഫോറൻസിക് സംഘം ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ്. മരിച്ചത് വീട്ടിലെ അമ്മയും മകനും തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് ഞെട്ടിക്കുന്ന ഒരു ഇരട്ട കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ രാഹുൽ സുരേഷ് സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇനി ഈ കൊലപാതകത്തിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രൈം വാർത്തയിൽ നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത്. നമുക്ക്